വിശുദ്ധ സ്റ്റാനിസ്ലാവോസ് 1550 ഒക്ടോബർ 28 ഭൂജാതനായി. ജോൺ കോസ്ത്ക മാർഗ്രേറ്റ് ദമ്പതികളുടെ രണ്ടാമത്തെ സന്താനമായ കഥാനായകന് ഒരു മൂത്ത സഹോദരനുമുണ്ടായിരുന്നു. പോൾ എന്നാണ് നാമം. ഇളം പ്രായത്തിൽ തന്നെ സ്റ്റാനിസ്ലാവോസ് ഭക്തനായി കാണപ്പെട്ടു. വിനയവും ആത്മാവിൽ പവിത്രതയും ഒരുമിച്ച് ആ ബാലനിൽ വിളങ്ങി. ഭക്ഷണത്തിനിരിക്കുമ്പോൾ വിരുന്നുകാരിൽ ആരെങ്കിലും അനുചിതമായി സംസാരിക്കുന്നത് പോലും ആ ബാലനെ ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ സങ്കടത്തോടെ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ബോധരഹിതനാകുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് കാരണം ആ വീട്ടിൽ പവിത്രമല്ലാത്ത സംഭാഷണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. വിശുദ്ധന്റെ സഹോദരൻ അവർക്ക് കിട്ടിയ ശിക്ഷണത്തെക്കുറിച്ച് അനുസ്മരിച്ചിട്ടുള്ളത് ഇവിടെ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ കത്തോലിക്ക മതവിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തുവാൻ ശ്രദ്ധിച്ചിരുന്നു. ദൈവിക വിഷയങ്ങൾ പഠിക്കുന്നതിനും സുഖലോലുപതയിൽ നിന്ന് മാറി നിൽക്കുന്നതിനും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. യഥാർത്ഥത്തിൽ നിഷ്കർഷമായും കഠിനമായും ഞങ്ങളോട് പെരുമാറി. അച്ഛനും അമ്മയും വീട്ടിലെ ദാസന്മാരും ഞങ്ങൾ ഭക്തിയും വിനയവും ലുബ്ധും അഭ്യസിക്കണമെന്ന് നിഷ്കർഷിച്ചു. തൽഫലമായി വീട്ടിലെ അംഗങ്ങളിൽ ആർക്കും ഞങ്ങളെപ്പറ്റി ഒരു പരാതിയും കേൾക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ മാതാപിതാക്കൾക്കുള്ളതുപോലെ സ്വാതന്ത്ര്യം വീട്ടിലെ ഇതര അംഗങ്ങൾ ഞങ്ങളോട് കാണിച്ചു. ഞങ്ങളുടെ ചുമതലകൾ ഓർമ്മിപ്പിക്കുവാനും അവ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനും തന്മൂലം അവർ മടിച്ചില്ല. ഇക്കാരണത്താൽ ഞങ്ങൾ എല്ലാവരോടും ബഹുമാനം പ്രദർശിപ്പിച്ചു പോന്നു. ഞങ്ങൾ എല്ലാവരാലും സ്നേഹിക്കപ്പെടുകയും ചെയ്തു. 1564 ജൂലൈ 25 സ്റ്റാനിസ്ലാവോസ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ പോളും ഒരുമിച്ച് സ്വദേശമായ പോളണ്ട് വിട്ട് ആസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ ഉപരിപഠനത്തിനെത്തി. കൂടെ അവരുടെ അധ്യാപകനായ ജോൺ ബിലിൻസ്കിയും അംഗരക്ഷകനായ സെഫിച്ചിയും ഉണ്ടായിരുന്നു. ഈശോസഭ വൈദികർ നടത്തുന്ന കോളേജിൽ ചേരുവാൻ സാധിച്ചതോർത്ത് കഥാപുരുഷൻ ഏറെ സന്തോഷവാനായി. അവിടെ ഈ യുവാവ് പഠിച്ചതിൽ കൂടുതൽ പഠിപ്പിച്ചു എന്ന് പറയാം. അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും പരിശുദ്ധ ജീവിതവും നിഷ്കളങ്കമായ പെരുമാറ്റ രീതിയും സഹപാഠികൾക്ക് അനുദിന പാഠങ്ങളായിരുന്നു. വിദ്യാർത്ഥി ലോകത്തിന് അദ്ദേഹം ഒരു മാതൃകയായിരുത്തിയിരുന്നു. അനുദിന കൃതികളിലും സംഭാഷണങ്ങളിലും അപ്രകാരം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുകയാണുണ്ടായത്. ഈ വിദ്യാർത്ഥി നിശബ്ദതയെ സ്നേഹിച്ചു, സംസാരത്തിൽ നിയന്ത്രണം പാലിച്ചു, പഠിക്കാൻ ഇല്ലാത്ത സമയമൊക്കെ ദൈവത്തിന് നൽകി. മണിക്കൂറുകളോളം തുടർച്ചയായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. ക്ഷീണത്താൽ ബോധക്കേട് പോലും ഉണ്ടാകുമായിരുന്നിട്ടുണ്ട്. ചെറുപ്പമായിരുന്നെങ്കിലും ഓരോ പ്രവൃത്തിയിലും പക്വതയും ഗൗരവവും പ്രദർശിപ്പിച്ചു. ബാലിശങ്ങളായ തമാശകൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം വിനയത്തോടും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു. ആത്മാവിൻ്റെ നിഷ്കളങ്കതയ്ക്ക് ശരീരം മുഴുവനും വിശിഷ്യ കണ്ണുകൾ സാക്ഷ്യം നൽകി. ദൈവമാതാവിനോടുള്ള ആഴത്തിലുള്ള ഭക്തി പ്രദർശിപ്പിച്ചു. മാതാവിൻ്റെ സ്വരൂപത്തിൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുവാനും ഭക്തിയോടെ ഒപ്പീസും കൊന്തയും എത്തിക്കാനും ആ ഭക്തൻ ശ്രദ്ധിച്ചു. സ്റ്റാനിസ്ലാവോസ് വിയന്നയിൽ 3 വർഷം പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരധ്യാപകനായ ആൽബർട്ട് തെയോബാൾക്ക് എഴുതുന്നു, അയാളിൽ നിന്ന് സ്വഭാവലാഘവം പൂർണ്ണമായും അപ്രത്യക്ഷമായിരുന്നു. 16 വയസ്സേ ഉള്ളെങ്കിലും അത്ഭുതകരമാം വിധം ഗൗരവമായ സ്വഭാവം പുലർത്തി. പെരുമാറ്റത്തിൽ ലജ്ജയുള്ളവനും ഇരുത്തമുള്ളവനുമായിരുന്നു. കുറച്ചു മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. വിനയത്തിലും ചുളിവില്ലാത്തതുമായ മുഖഭാവമായിരുന്നു അവൻ്റേത്. ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും സാധിക്കുന്നിടത്തോളം കുർബാനകളിൽ സംബന്ധിക്കുന്നതിന് പള്ളിയിൽ കഴിച്ചുകൂട്ടുമായിരുന്നു. മറ്റ് ദിവസങ്ങളിൽ 3 കുർബാന കാണുക പതിവാക്കി. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപും ആദ്യ പാഠങ്ങൾക്ക് ശേഷവും സ്കൂൾ വിട്ടതിന് ശേഷവും. ഇതൊക്കെ കണ്ട് സഹോദരനായ പോളും ട്യൂട്ടറായ ബിലിൻസ്കിയും സംശയിച്ചു. സ്റ്റാനിസ്ലാവോസ് ഒരു ദിവസം ഈശോ സഭയിൽ ചേരുമെന്ന്, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അനുജന്റെ നീക്കങ്ങൾ വീക്ഷിക്കണമെന്ന് വേലക്കാരോട് കൽപ്പിച്ചു. എന്നാൽ കഥാനായകൻ പാടവത്തോടെ അവരെ കുഴയ്ക്കുന്ന രീതിയിൽ പെരുമാറി. വേലക്കാർ ഭക്ഷണം കഴിക്കുമ്പോഴും
ജ്യേഷ്ഠനും ട്യൂട്ടറും ചീട്ട് കളിക്കുമ്പോഴും എന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞ് പള്ളിയിൽ പോകും. അവിടെ എത്തി സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ഒരു മൂലയിൽ പോയി പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. വേലക്കാർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുന്നത് സമാധിയിൽ മുട്ടുകുത്തി നിൽക്കുന്നതായിട്ടും ചിലപ്പോൾ തറയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നതുമായിട്ടാണ്. അവരുടെ പരിഭ്രമം കണ്ട് അദ്ദേഹം പറയുമായിരുന്നു, ഒന്നുമില്ല, ഭയപ്പെടാതിരിക്കുക. സ്റ്റാനിസ്ലാവോസ് ദുഷിച്ച കൂട്ടുകെട്ടിൽ പെടാതിരിക്കുന്നതിന് സൂക്ഷിച്ചു. അതോടൊപ്പം നല്ലവരോട് കൂട്ടുകൂടുന്നതിന് ഉത്സാഹമായിരുന്നു. മതജീവിതത്തോടും പ്രാർത്ഥനയോടും തീക്ഷ്ണത പുലർത്തുകയും ചെയ്തു. ഇവയൊക്കെയാണ് അദ്ദേഹത്തെ പുണ്യചരിത്രനാക്കിയത്, അസാധാരണമായ വിശുദ്ധിയിലേക്ക് നയിച്ചത്. ഇവയ്ക്കു പുറമെ സഹോദരനായ പോളിൽ നിന്ന് വളരെയേറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. അയാൾക്ക് അനുജന്റെ ഭക്തി ജീവിതം രുചിപ്രദമായില്ല. സമയം മുഴുവനും വിനോദങ്ങൾക്കായി ചെലവിടുന്നത് തന്നെ പോലെയാകണമെന്നാണ് അയാൾ ആവശ്യപ്പെട്ടത്. നാടകശാലകളും നൃത്തവേദികളും സന്ദർശിച്ചു കൊണ്ടിരുന്ന അയാൾ വളരെ വിരളമായാണ് കുദാശകളിൽ പങ്കെടുക്കാറുള്ളത്. അതിനാൽ സ്റ്റാനിസ്ലാവോസിന്റെ ഭക്തി ജീവിതം ഒരു കീറാമുട്ടിയായി അയാൾ കരുതി. അവനെ കാണുന്നത് തന്നെ വെറുപ്പായി തീർന്നു. പഴയ നിയമത്തിലെ വിജ്ഞാനമെന്ന പുസ്തകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് അന്വർത്ഥമായി. അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു. അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ്. അവൻ്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തവുമാണ്. മാർഗങ്ങൾ അസാധാരണവും. അനുജനോടുള്ള എതിർപ്പ് ആക്ഷേപവാക്കുകളിൽ ഒതുങ്ങി നിൽക്കാതെ ക്രൂരമായ പ്രവർത്തികളായി മാറി. അവനെ ആവർത്തിച്ചാവർത്തിച്ച് തള്ളിയിടുകയും വടികൊണ്ടടിക്കുകയും ദയവില്ലാതെ തൊഴിക്കുകയും ചവിട്ടുകയും ചെയ്തു. അവരുടെ കൂടെ താമസിച്ചിരുന്ന ഒരു ബന്ധുവായ റൊസാറ സെവിസ്കി ഇങ്ങനെ എഴുതുന്നു: സ്റ്റാനിസ്ലാവോസ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായി സാഷ്ടാംഗം പ്രണാമം ചെയ്യും. അപ്പോൾ പോൾ എഴുന്നേറ്റ് സാവകാശം അവൻ്റെ പക്കലെത്തും. കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് കാലുകൊണ്ട് തൊഴിക്കുകയും അവൻ്റെ മുകളിൽ കയറി നിൽക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോഴെല്ലാം സ്റ്റാനിസ്ലാവോസ് മരിച്ച പോലെ കിടക്കും. ഒരുപക്ഷെ ആത്മാവ് സമാധിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നിരിക്കണം. കഥാനായകൻ സഹിച്ച ഞെരുക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃതത്തെ പോഷിപ്പിച്ചു. സഹോദരന്റെ ദുഷ്ടപ്രേരണകൾക്ക് വഴങ്ങിയില്ല. അവനിൽ നിന്ന് അനുഭവിച്ച ക്രൂരതകൾ കൊണ്ട് കുലുങ്ങിയുമില്ല. പ്രാർത്ഥനകളും പ്രായശ്ചിത്യങ്ങളും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. മാധുര്യവും ക്ഷമയും നിലനിർത്തി മർദ്ദനങ്ങൾ അനുഭവിച്ചപ്പോഴെല്ലാം സന്തോഷിച്ചു. അച്ഛനോടും അമ്മയോടും ആവലാതിപ്പെട്ടില്ല. അവർക്ക് ആ ഇളയ മകനോട് കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു. അമ്മയ്ക്കാകട്ടെ പ്രിയപ്പെട്ട മകൻ മാത്രമായിരുന്നില്ല. വാക്കുകൾക്കപ്പുറം എന്തോ വിശുദ്ധമായത് അവനിൽ അമ്മ ദർശിച്ചു. കഥാപുരുഷൻ പീഡനങ്ങളും താടനങ്ങളും നിശബ്ദതയോടെ ഭവ്യതയോടെ സഹിച്ചു. ഇവയ്ക്ക് പുറമെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഉപദ്രവങ്ങളും ഉണ്ടായി. 1566 ഡിസംബർ 18 സ്റ്റാനിസ്ലാവോസ് ആശങ്കയ്ക്ക് വക നൽകി രോഗബാധിതനായി. അതിന് കാരണം ഉറക്കമിളപ്പും പ്രായശ്ചിത്ത കൃത്യങ്ങളും സഹോദരന്റെ ക്രൂരമായ പെരുമാറ്റവുമായിരുന്നു. ഈ രോഗാവസ്ഥയിൽ ഒരിക്കൽ കറുത്തൊരു നായി കിടക്കയിലേക്ക് ചാടിക്കയറി അദ്ദേഹത്തെ ഭയപ്പെടുത്തി. ദുഷ്ടാരൂപിയുടെ ആക്രമണമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ശാന്തതയോടെ കുരിശു വരച്ച് അതിനെ ഓടിച്ചു. 3 പ്രാവശ്യം മടങ്ങി വന്നെങ്കിലും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം അത് അപ്രത്യക്ഷപ്പെട്ടു. സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് സ്റ്റാനിസ്ലാവോസ് ദൈവത്തിന് നന്ദി പറഞ്ഞു. പക്ഷേ രോഗം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. രോഗശാന്തി സംബന്ധിച്ച് പ്രതീക്ഷ അസ്തമിച്ചു. കഥാനായകൻ മരണത്തെ അഭിമുഖീകരിക്കാൻ ഭയപ്പെട്ടില്ല. ദൈവവുമായി ഐക്യപ്പെടുന്നതിന് തീവ്രമായി ആഗ്രഹിച്ചു. പക്ഷെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയാത്തത് കാരണം കഠിനമായ വ്യതയിൽപ്പെട്ടു. ഒരു പ്രൊട്ടസ്റ്റന്റുകാരനായ വീട്ടുടമസ്ഥൻ പരിശുദ്ധ കുർബാന വീട്ടിൽ കൊണ്ടുവരുന്നതിന് അനുവദിക്കുകയില്ല. പാവം സ്റ്റാനിസ്ലാവോസ് വീണ്ടും വീണ്ടും സഹോദരനോടും ട്യൂട്ടറിനോടും കേണപേക്ഷിച്ചു തനിക്ക് വേണ്ടി വീട്ടുടമസ്ഥനോട് മധ്യസ്ഥം പറയണമെന്ന്. എന്നാൽ അവർ അത് ധൈര്യപ്പെട്ടില്ല. ആ വീട്ടിൽ ഒരു കത്തോലിക്ക പുരോഹിതന് പ്രവേശിക്കാനോ അദ്ദേഹം പരിശുദ്ധ കുർബാന കൊണ്ടുവരികയോ ചെയ്യുകയാണെങ്കിൽ തങ്ങൾ അവിടെ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് അവർ ശങ്കിച്ചു. പകരം രോഗിയെ അന്ത്യകുദാശകൾ സ്വീകരിക്കാൻ മാത്രം രോഗമില്ലെന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കാൻ നോക്കി. അങ്ങനെ സ്റ്റാനിസ്ലാവോസ് ജീവനും മരണത്തിനും ഇടയ്ക്ക് കിടക്കുകയാണെന്ന സ്ഥിതിയിലായി. ജീവന്റെ അപ്പത്തിന് വേണ്ടി വിശന്നു. തൻ്റെ ഏക സ്നേഹമായി ഈശോയെ ആശ്ലേഷിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഭയപ്പെട്ടു.
എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് തീവ്രമായ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഇങ്ങനെയാണ് സംഭവിച്ചത്. വിശുദ്ധ ബാർബറ പുണ്യവതിയോട് പ്രാർത്ഥിച്ചു. തുടർന്ന് എന്ത് സംഭവിച്ചെന്ന് ട്യൂട്ടറിന്റെ വാക്കുകളിൽ വിവരിക്കാം. ഞാൻ സ്റ്റാനിസ്ലാവോസിനെ 7 രാത്രി ഉറക്കം വിളിച്ച് ശുശ്രൂഷിച്ചു. അപകടകരമായ രോഗത്തിലിരിക്കുന്നവർക്ക് സംഭവിക്കാറുള്ളത് പോലെ രോഗം പെട്ടെന്ന് മൂർച്ഛിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഒരു രാത്രി കിടക്കക്കരിയിലിരിക്കുമ്പോൾ അവൻ വ്യക്തമായി പറയുന്നത് കേട്ടു, പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുകുത്തുക, കൂടെ ബാർബറ പുണ്യവതിയുമുണ്ട്. ഉടനെ ധ്യാനത്തിലാവുകയും ചെയ്തു. മുഖഭാവം വളരെ ആദരവ് തോന്നുന്ന നിലയിലായിരുന്നു. ഞാൻ തന്നെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. രോഗം കാരണം അവൻ ബോധരഹിതനായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഈ സംഭവത്തെക്കുറിച്ച് മറ്റൊരാൾ വിവരിച്ച് ഇരിക്കുന്നത് നോക്കുക. ജോൺ ബെലിൻസ്കി എന്നോട് നിറഞ്ഞ കണ്ണുകളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണിത്. അദ്ദേഹം വാഴ്ത്തപ്പെട്ട സ്റ്റാനിസ്ലാവോസിന്റെ കിടക്കയ്ക്ക് അരികെ കാത്തു കിടക്കുകയായിരുന്നു. ഒരു രാത്രി വിശുദ്ധൻ അദ്ദേഹത്തെ പിടിച്ചുകുലുക്കി പറഞ്ഞു, മുട്ടുകുത്തുക, മുട്ടുകുത്തുക, നോക്കൂ, വിശുദ്ധ ബാർബറ 2 മാലാഖമാരോടുകൂടി മുറിയിലേക്ക് വരുന്നു. മാലാഖമാർ എനിക്ക് പരിശുദ്ധ കുർബാന കൊണ്ടുവരികയാണ്. വിശുദ്ധനായ ആ യുവാവ് എഴുന്നേറ്റ് മുട്ടുകുത്തി 3 പ്രാവശ്യം പറഞ്ഞു, നാഥ, ഞാൻ യോഗ്യനല്ല, എൻ്റെ ഹൃദയേശ്വര. അദ്ദേഹം വായി തുറന്നു. ഭക്തിയോടെ എളിമയോടുകൂടി നാവ് നീട്ടി. ഞാൻ അതിശയത്തോടെ എന്നെ തന്നെ മറന്ന് സ്തംഭിച്ചു നിന്നു. രോഗം വർദ്ധിച്ചുകൊണ്ടിരുന്നു. മരണം അടുത്തുവെന്ന് എല്ലാവരും കരുതി. പെട്ടെന്ന് ദൈവമാതാവ് ദിവ്യ ശിശുവിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. ഉണ്ണീശോയെ കിടക്കയിൽ കിടത്തി അവിടുന്ന് രോഗിയെ ചുംബിച്ചു. അവർ പരസ്പരം തലോടി. അദ്ദേഹത്തിന്റെ കുമ്പസാരക്കാരനിൽ നിന്നാണ് ഈ ദർശനത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഈശോ സഭയിൽ ചേരുന്നതിന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. മുറി വിടുന്നതിന് മുമ്പ് പരിശുദ്ധ മാതാവ് കൽപ്പിച്ചു ആ സഭയിൽ പ്രവേശിക്കണമെന്ന്. ആ ദർശനമുണ്ടായതിനെ തുടർന്ന് ഈശോ സഭ വൈദികനാകാനുള്ള ആഗ്രഹം ശക്തിപ്പെട്ടു. ഇനി ഒട്ടും വൈകാൻ പാടില്ല. തന്റെ തീരുമാനം കുമ്പസാരക്കാരനെ അറിയിച്ചു. അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് സഭയുടെ പ്രൊവിൻഷ്യാലിന് എഴുതി. എന്നാൽ പിതാവിന്റെ അനുവാദമില്ലാതെ സ്വീകരിക്കാൻ നിവൃത്തിയില്ലെന്ന മറുപടിയാണ് കിട്ടിയത്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അനുവദിക്കുകയില്ലെന്ന് മാത്രമല്ല, തടസ്സമാകുമെന്നതും കൂടി വിശുദ്ധൻ വിശ്വസിച്ചു. 1567 ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം വിശുദ്ധൻ ഫാദർ ഫ്രാൻസിസ് ആന്റോണിയെ കണ്ട് സംസാരിച്ചു. ജർമ്മനിയിലെ പ്രൊവിൻഷ്യാലായ പീറ്റർ കസീനിയെ സമീപിക്കണമെന്നും എന്നാൽ അവിടം കൊണ്ട് കാര്യം നേടുന്നില്ലെങ്കിൽ റോമിലെത്തി സഭയുടെ ജനറലായ ഫ്രാൻസിസ് ബോർജിയായെ കാണണമെന്നും ഉപദേശിച്ചു. അദ്ദേഹം ഇരുവർക്കും ശുപാർശ കത്തുകൾ അയക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. വിയന്നയിൽ നിന്ന് റോമിലേക്കുള്ള ദൂരം 1000 മൈലാണ്. ഒരു യാചകന്റെ വേഷമണിഞ്ഞ് പുറപ്പെടുക തന്നെ എന്ന് വിശുദ്ധൻ നിശ്ചയിച്ചുറപ്പിച്ചു. കലപ്പയിൽ കൈവച്ചു കഴിഞ്ഞു. ഇനി പുറകോട്ട് തിരിയുന്ന പ്രശ്നമില്ലെന്ന തീരുമാനത്തിലെത്തി. അടുത്ത പ്രാവശ്യം ജ്യേഷ്ഠനായ പോളിൽ നിന്ന് ഉപദ്രവമുണ്ടായപ്പോൾ പതിവ് വിട്ട് എതിർത്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയായാൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതാണ്. ജ്യേഷ്ഠൻ അപ്പച്ചനോട് മറുപടി പറയേണ്ടി വരും. അപ്പോൾ അയാൾ അലറി, എനിക്ക് നിന്നെ കാണണ്ട, എന്നിൽ നിന്ന് പോവുക. 1567 ഓഗസ്റ്റ് 17 ഞായറാഴ്ച പ്രഭാതത്തിൽ വിശുദ്ധൻ ഈശോ സഭക്കാരുടെ പള്ളിയിലെത്തി. ദിവ്യബലി കാണുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. അന്റോണിയോ അച്ഛനിൽ നിന്ന് ശുപാർശ കത്തുകൾ കൈപ്പറ്റി. അദ്ദേഹത്തിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും സ്വീകരിച്ചു. സെമിനാരിയിലേക്കുള്ള തീർത്ഥയാത്ര ആരംഭിച്ചു. വിയന്ന നഗരത്തിന്റെ അതിർത്തികൾ കടന്നതിനു ശേഷം വസ്ത്രങ്ങൾ മാറ്റി പകരം കയ്യിലുണ്ടായിരുന്ന തീർത്ഥാടക വേഷങ്ങൾ അണിഞ്ഞു. അരയിൽ അരപ്പട്ടയ്ക്ക് പകരം ഒരു കയറാണ് മുറുക്കിയത്. കഴുത്തിൽ മണികൾ കോർത്തൊരു മാല ധരിച്ചു. കയ്യിലൊരു ദണ്ടുമേന്തി സന്തോഷത്തോടെ നടന്നു. ആദ്യം കണ്ട യാചകന് തന്റെ നല്ല വസ്ത്രങ്ങൾ ദാനം ചെയ്തു. ഈ ഒളിച്ചോട്ടത്തെക്കുറിച്ച് പിന്നീടൊരിക്കൽ ഏണസ്റ്റ് എന്ന സ്നേഹിതൻ എഴുതിയ കത്ത് ഉദ്ധരിക്കുന്നു. അതിൽ നിന്നറിയാം അദ്ദേഹം അനുഭവിച്ച ദുഃഖദുരിതങ്ങൾ. ദൈവത്തിനും ദൈവമാതാവിന്റെ മാധ്യസ്ഥതയ്ക്കും കൃതജ്ഞത. ഞാൻ സുരക്ഷിതനായി പകുതി വഴിയെത്തി. ഈശോയും എൻ്റെ കന്യകാമാതാവും പോകുന്ന വഴിക്ക് വളരെ ക്ലേശങ്ങൾ തരണം ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചു. വിയന്ന നഗരത്തിനോടടുത്ത് എൻ്റെ 2 വേലക്കാർ എന്നെ കടന്നുപോയി. ഞാൻ അവരെ അറിഞ്ഞ ക്ഷണത്തിൽ അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചു. തുടർന്ന് അനേകം കുന്നുകൾ കയറി ഇറങ്ങുകയും കാടുകൾ കടക്കുകയും ചെയ്തതിന് ശേഷം ഒരു അരുവിയിലെത്തി.
അതിൻ്റെ അരികിലിരുന്ന് അല്പം ഭക്ഷിച്ച് വിശ്രമിക്കുമ്പോൾ ഒരു കുതിരയുടെ കുളമ്പടി കേട്ടു. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ടത് പോളിനെയാണ്. അവൻ്റെ കുതിര മഞ്ഞിൽ മൂടിയിരുന്നു. അവൻ്റെ മുഖമാകട്ടെ സൂര്യനേക്കാൾ ചൂടേറിയതായി കാണപ്പെട്ടു. ഏണസ്റ്റേ, ഞാൻ എത്രയോ ഭയപ്പെട്ടു എന്ന് ചിന്തിക്കുകയേ വേണ്ടൂ. ഓടി രക്ഷപ്പെടുക അസാധ്യമായിരുന്നു. അത്ര വേഗത്തിലാണ് അവൻ കുതിരയെ പായിച്ചത്. ഞാൻ അനങ്ങാതെ നിന്നു. എന്നിട്ട് ധൈര്യം പൂണ്ട് കുതിരക്കാരനോട് ഒരു തീർത്ഥാടകനെ പോലെ ഭിക്ഷ യാചിച്ചു. അവൻ്റെ സഹോദരനെ കണ്ടോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. അവൻ്റെ വസ്ത്രത്തെക്കുറിച്ചും ശാരീരിക ആകൃതിയെക്കുറിച്ചും എന്നെ വിവരിച്ചു കേൾപ്പിച്ചു. കാഴ്ചയിൽ എന്നെ പോലെ തന്നെ എന്ന് പറഞ്ഞു. അതിരാവിലെ ഈ വഴിയെ കടന്നുപോയെന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ കുറേ നാണയത്തൊട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പോൾ പാഞ്ഞുപോയി. ഏറ്റവും പരിശുദ്ധ മാതാവിനോട്, എൻ്റെ അമ്മ മേരിയോട് ഉപകാരം പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തുണ്ടായിരുന്ന ഒരു ഗുഹയിൽ ഒളിച്ചു. അവിടെ അല്പസമയം വിശ്രമിച്ചതിന് ശേഷം യാത്ര തുടർന്നു. മറ്റൊരു അത്യാഹിതം കൂടി പറയുന്നതിന് അനുവദിച്ചാലും, ഒരു സമ്മാനമായി എൻ്റെ കർത്താവ് എനിക്ക് തന്ന കുരിശായിരുന്നു അത്. അങ്ങേ പുകഴ്ത്തുന്നതിനും എന്നോട് കൂടി ചേരുന്നതിനും അതിൽ നിന്ന് പഠിക്കുക. എൻ്റെ സഹോദരൻ പട്ടണങ്ങളുടെയും ഗ്രാമങ്ങളുടെയും കവാടങ്ങളിലെ കാവൽക്കാർക്ക് കോഴ കൊടുത്ത് ഒളിച്ചോടിപ്പോയ സ്റ്റാൻസ്ലാവോസിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നെക്കുറിച്ചുള്ള വിവരണങ്ങളും നൽകി. ഇതെനിക്ക് നിസ്സാരമല്ലാത്ത ഉപദ്രവമായി തീർന്നു. എന്നാൽ ഈശോ സഭയിൽ പെട്ട ഒരു വൈദികനെ കണ്ടുമുട്ടുവാൻ സംഗതിയായി. അദ്ദേഹം അധികാരികളുടെ കൽപ്പന പ്രകാരം ദിലിജൻ പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു. എൻ്റെ യാത്രയ്ക്കുണ്ടായ കാരണം ഞാൻ വെളിപ്പെടുത്തി. എൻ്റെ പ്രച്ഛന്ന വേഷം, എൻ്റെ സഹോദരൻ്റെ തിരച്ചിൽ, പട്ടണങ്ങളുടെ കവാടങ്ങളിൽ അനുഭവിക്കാനിടയായ പ്രയാസങ്ങൾ തുടങ്ങി എല്ലാം ഞാൻ വിശദീകരിച്ചു. അദ്ദേഹം 2 ഗേറ്റുകൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്ത് ഞാൻ കടന്നു. ഞാൻ അറിയപ്പെടാതിരിക്കണം, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി സഹിക്കണം, ഇവയെല്ലാം ആയിരുന്നെങ്കിൽ അദ്ദേഹം എന്നെ ദിലിജൻ വരെ കൊണ്ടുപോകുമായിരുന്നു. അവസാനം അനേകം ക്ലേശങ്ങൾ മറികടന്ന് ഞാൻ ദിലിജനിലെത്തി. അവിടെ സഭയിൽപ്പെട്ടവർ എന്നെ അനുകമ്പയോട് സ്വീകരിച്ചു. പ്രൊവിൻഷ്യാളച്ചനെ കണ്ടു. എൻ്റെ വലിയ ആഗ്രഹം നിറവേറി. ഞാൻ ഈശോ സഭയിൽ സ്വീകരിക്കപ്പെട്ടു. ഓ ഏണസ്റ്റ്, ഞാൻ എത്രയോ സന്തോഷവാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. പാചകപാത്രങ്ങളുടെയും ചൂലുകളുടെയും മധ്യേ ഞാൻ സ്വർഗം കാണുന്നു. ഈ എഴുത്ത് കിട്ടുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഈശോ എൻ്റെ മേൽ അനേകവിധമായ കുരിശുകളും ക്ലേശങ്ങളും മുഖേന സ്നേഹം ചൊരിയുന്നതിനും അങ്ങയുടെ പരിശുദ്ധരുടെ ഗണത്തിൽ എന്നെ പാപിയായ ഒരു നിസാരദാസനായി കരുതുന്നതിനുമാണ് അപേക്ഷിക്കേണ്ടത്. ഏണസ്റ്റേ, താങ്കളും സ്വന്തം ദൈവവിളിയിൽ വിശ്വസ്തനാവുക. വിശുദ്ധൻ്റെ ദൈവവിളി യാത്രയെ നമുക്ക് തുടർന്ന് അനുഗമിക്കാം. ഈ ലക്ഷ്യത്തിലെത്താനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ട് ഒരു ദിവസം 30 മൈൽ നടക്കുകയുണ്ടായി. ശാരീരിക ദൗർലഭ്യവും ക്ഷീണവും ബാധിച്ച 17കാരനായ ആ യുവാവിനെ ദൈവം തുണച്ചു എന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് ബാലപ്രായത്തിൽ ജീവിതക്കെടുതികൾ അനുഭവിച്ചിട്ടില്ലാത്ത അദ്ദേഹത്തിന് ക്ലേശകരമായ യാത്ര ചെയ്യുവാൻ കഴിഞ്ഞത്. ദൈവമാതാവ് കുറവുകൂടാതെ സഹായഹസ്തം നീട്ടിയെന്നതിൽ സംശയമില്ല. 300 മൈൽ നടന്നു കഴിഞ്ഞ് മാഗ്നസ്ബർഗിലെത്തി. വാഴ്ത്തപ്പെട്ട പീറ്റർ കനീസിയൂസ് അച്ഛനെ തിരക്കി. അദ്ദേഹം അവിടെ ഇല്ലെന്നും ദിലിജന്റിലേക്ക് പോയിരിക്കുകയാണെന്നും അറിഞ്ഞപ്പോൾ 1 മണിക്കൂർ പോലും വിശ്രമിക്കാതെ യാത്ര തുടർന്നു. അവിടെ എത്തുന്നതിന് 1 ദിവസത്തെ യാത്ര ചെയ്യേണ്ടിയിരുന്നു. ഫാദർ റെയ്നർ ആശ്രമത്തിൽ നിന്ന് അനുഗമിക്കുന്നുണ്ടായിരുന്നു. അവർ കുറേ മൈൽ നടന്ന് ഒരു ഗ്രാമത്തിലെത്തി. ഒരു പള്ളി കണ്ടു. കുർബാന കാണുവാനും കുർബാന സ്വീകരിക്കുവാനുമായി അതിൽ പ്രവേശിച്ചു. ഗ്രാമത്തിലെ ആളുകൾ പള്ളിയിൽ വന്നെത്തിക്കൊണ്ടേയിരുന്നു. ഒറ്റ നോട്ടത്തിൽ ആ ദേവാലയം ലൂതറന്മാരുടെ കൈവശമാണെന്ന് മനസ്സിലാക്കി സ്റ്റാൻസ്ലാവോസിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു കത്തോലിക്ക ദേവാലയം ഒരു ഇടത്തോട്ടുകാരുടെ കൈവശം. കുർബാന സ്വീകരിക്കാനും നിവർത്തിയുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സങ്കടത്തിന് നിവാരണമുണ്ടായി. മാധുര്യമേറിയ ആശ്വാസം ദൈവം നൽകി. പെട്ടെന്ന് ഒരു ഗണം മാലാഖമാർ ഇറങ്ങി വന്ന് ഒരാളൊഴികെ അദ്ദേഹത്തിന്റെ ചുറ്റും മുട്ടുകുത്തി. ആ മാലാഖ ഭക്തിയോടും സ്നേഹത്തോടും കൂടി പരിശുദ്ധ കുർബാന വഹിച്ചിരുന്നു. സ്റ്റാൻസ്ലാവോസിന് കുർബാന നൽകി. സ്റ്റാൻസ്ലാവോസിനുണ്ടായ ആശ്വാസവും ആത്മധൈര്യവും കുറച്ചൊന്നുമായിരുന്നില്ല. 1567 ഒക്ടോബർ 28 മുതൽ സ്റ്റാൻസ്ലാവോസിനെ നമ്മൾ കാണുന്നത്
റോമിൽ ഈശോ സഭ വക ആശ്രമത്തിൽ ഒരു നോവിസായിട്ടാണ്. അവിടെ ചേർന്ന് അധികം വൈകാതെ അദ്ദേഹത്തിന് സ്വപിതാവിൽ നിന്നൊരു കത്ത് കിട്ടി. അതിൽ മകനോട് വീട്ടിലേക്ക് തിരിച്ചെത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ബലമായി പിടിച്ചുകൊണ്ടുവരുമെന്ന താക്കീതുമുണ്ടായിരുന്നു. സ്റ്റാനിസ്ലാവോസ് ഒരു യാചകന്റെ വേഷത്തിൽ ജർമ്മനിയിലും ഇറ്റലിയിലും കാണപ്പെട്ടത് കോസ്തക കുടുംബത്തിന് ആക്ഷേപമുണ്ടായതിന് തുല്യമാണെന്ന് കുറ്റപ്പെടുത്തി കാരാഗ്രഹത്തിൽ അടയ്ക്കുമെന്നും ബന്ധുമിത്രാദികളിൽ നിന്ന് അകറ്റുമെന്നും ഭീഷണിപ്പെടുത്തുന്ന കത്തായിരുന്നു അത്. കഥാപുരുഷൻ കത്ത് വായിച്ചപ്പോൾ പിതാവിനോട് അനുകമ്പയാണ് തോന്നിയത്. അദ്ദേഹം ഇപ്രകാരം മറുപടി എഴുതി: പ്രിയപ്പെട്ട അപ്പച്ച, ഞാൻ ഈശോ സഭയിൽ ചേർന്നതിനെപ്പറ്റി ഇത്രമാത്രം അസ്വസ്ഥനാകാൻ എന്താണുള്ളത്? അവിടുന്ന് സന്തോഷിക്കുകയും ദൈവത്തോട് വീണ്ടും വീണ്ടും നന്ദി പറയുകയുമാണ് ചെയ്യേണ്ടത്. മക്കൾ ഉന്നതരുടെ ഭവനങ്ങളിൽ പ്രവേശിക്കുന്നത് കാണുന്നതിൽ കൂടുതൽ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നവരല്ല മാതാപിതാക്കൾ. മക്കൾ മരണത്തിന് വിധേയരായി ഏതവസരത്തിലും ലോകത്തോട് വിടവാങ്ങുന്നവരാണ്. ഞാൻ പൂർണ്ണമായും ദൈവത്തിനുള്ളവനായി തീർന്നു. അപ്പച്ചൻ ഇക്കാര്യം വിലയിരുത്തി എത്രയോ സന്തോഷിക്കേണ്ടവനാണ്. ദൈവം ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും ചെറിയൊരു ശുശ്രൂഷ ചെയ്തതിനു പോലും പ്രതിഫലം നൽകുന്നവനാണല്ലോ. എൻ്റെ തീരുമാനത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ കഴിയുമെന്ന് അപ്പച്ചൻ വിചാരിക്കരുത്. ഞാൻ ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങളാൽ ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരു തിന്മയ്ക്കും ഞെരുക്കത്തിനും ഞാൻ തിരഞ്ഞെടുത്തതായ ജീവിത അന്തസ്സിൽ നിന്ന് എന്നെ അകറ്റുവാൻ സാധിക്കുന്നതല്ല. അവിടുന്ന് എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമാറാകണം. എൻ്റെ പരിശുദ്ധമായ തീരുമാനങ്ങളെ ആശീർവദിക്കണമെന്നും മരണം വരെ അവയിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ കൊടുക്കണമെന്നും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കണമേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ അങ്ങ് വളരെ ധന്യനാകും. ഞാനിപ്പോഴും അങ്ങയോട് ഏറ്റവും നന്ദിയുള്ളവനാണ്. മകനെ തിരക്കി ആ പിതാവ് റോമിലേക്ക് പുറപ്പെട്ടില്ല, എന്നാൽ പകരം മൂത്ത മകനെ അയച്ചു. എത്തുന്നതിനു മുൻപ് അനുജൻ മരിച്ചു കഴിഞ്ഞിരുന്നു. സ്റ്റാനിസ്ലാവോസ് പുണ്യവാൻ ഈശോ സഭയിൽ പ്രവേശിച്ച നാൾ മുതൽ അതീവ സന്തുഷ്ടനായി കാണപ്പെട്ടു. സുദീർഘമായ യാത്ര കൊണ്ടുണ്ടായ ക്ലേശവും ക്ഷീണവും വിസ്മൃതിയിലാണ്ടു. ദിവസങ്ങൾ കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ സന്തോഷം ആഴത്തിലും പരപ്പിലും വർദ്ധിച്ചു കൊണ്ടിരുന്നു. അതോടൊപ്പം തന്നിൽ നിക്ഷിപ്തമായ പുതിയ കർത്തവ്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി. എല്ലാവർക്കും മാതൃകയായ ജീവിതത്തിന് തുടക്കമിട്ടു. അദ്ദേഹം താമസിയാതെ സകലരുടെയും ബഹുമാനവും മതിപ്പും ആർജിച്ചു. ഗുരുഭൂതന്മാർ ഒരു മാതൃക നോവിസായി ആ യുവാവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിൽ പ്രത്യേകതയൊന്നുമില്ലായിരുന്നു, എന്നാൽ പുണ്യപൂർണതയെന്ന അപൂർവ സ്ഥിതിയിൽ ജീവിച്ചു. സംഭാഷണത്തിൽ മാധുര്യവും എളിമയും തുളുമ്പി നിന്നിരുന്നെന്ന് ഫാദർ റൊസാരിയോ പറഞ്ഞിരുന്നു. സംസാരം തുടങ്ങുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ചിന്തിക്കുമായിരുന്നു. ചപലവും അനാവശ്യവുമായ ഒരു വാക്കും ഉച്ചരിക്കുന്നത് ആരും കേട്ടിട്ടില്ലെന്ന് ജോൺ പെലേയൂസ് എന്ന സഹപാഠി വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടു. പുണ്യവാന്റെ മുഖം ശാന്തമായിരുന്നു, വീക്ഷണം സന്തോഷപ്രദമായിരുന്നു, വിനയപൂർവ്വം സംസാരിച്ചിരുന്നു. മറ്റൊരു സഹപാഠിയായ മാരിയൂസ് ഫ്രാഞ്ചിക്കുണ്ടായ അനുഭവം കുറിക്കട്ടെ. ഒരു ദിവസം എന്തോ അസ്വസ്ഥത ബാധിച്ചു. സ്റ്റാനിസ്ലാവസിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം മൃദുലമായ വാക്കുകൾ കൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ അവ ഓർക്കുന്നില്ല. ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ റോമൻ കോളേജ് പള്ളിയിൽ പോയി. എനിക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ കുറേ നേരം പ്രാർത്ഥിച്ചു. ഉടനെ ഉത്കണ്ഠ എന്നെ വിട്ടുമാറി. എൻ്റെ മനസ്സ് ശാന്തമായി. എനിക്ക് സമാധാനം കിട്ടി. ഫാദർ ഫ്രാൻസിയോ എഴുതുന്നു, അദ്ദേഹത്തിൻ്റെ സംഭാഷണം ചൈതന്യവത്തായിരുന്നു. തൻ്റെ ഹൃദയത്തിൽ എരിഞ്ഞിരിക്കുന്ന സഹോദര സ്നേഹം പ്രകടമാക്കാൻ മടിച്ചിരുന്നില്ല. ഇത് കാരണം അദ്ദേഹത്തെ ശ്രവിച്ചവരൊക്കെ ആത്മീയ വിഷയങ്ങളിൽ തീക്ഷ്ണതമതികളായി തീർന്നു. അതിൽ മൃദുലമായ ഭക്തിയും ദൈവാർപ്പണവും ഉണർത്തി. അദ്ദേഹത്തിന് ലൗകികമോ അർത്ഥശൂന്യമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുന്നതിന് സമർത്ഥമായ ഒരു രീതി ഉണ്ടായിരുന്നു. പകരം നമ്മുടെ നാഥയുടെ മധ്യസ്ഥതയാൽ സംഭവിച്ചിട്ടുള്ള അത്ഭുത പ്രവർത്തികൾ അവതരിപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ പുണ്യവാന്മാരുടെ ജീവചരിത്ര സംഭവങ്ങൾ. ത്യാഗം അനുഭവിക്കുവാനും പ്രാശ്ചിത്തം അനുഷ്ഠിക്കാനും നമ്മുടെ യുവയോഗി ശ്രദ്ധിച്ചു. വിശുദ്ധിയിലേക്ക് കയറുന്നതിനുള്ള കൈവരികളാണവ എന്നതിന് സംശയമില്ല. സഹനങ്ങളെ മുത്തുകളായി പരിഗണിച്ച അദ്ദേഹത്തെ അന്യരുടെ അനിഷ്ടങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നതിന് വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചു.
വേദശാസ്ത്രികളെ പോലെ മർദ്ദനങ്ങൾക്കും ക്രൂരമരണത്തിനുമായി നിലകൊണ്ടു. ഒരിക്കൽ നോവിസ് മാസ്റ്റർ ചോദിച്ചു, ഇൻഡീസിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടാൽ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന്. ഒരു തൊപ്പി നിറയെ ക്ഷമയും ഒരു മേലങ്കി സ്നേഹവും തപസ്യയുടെ ഒരു ജോഡി ഷൂസുമാണെന്ന് അദ്ദേഹം പ്രത്യുത്തരിച്ചു. പ്രാർത്ഥനയിലുള്ള ആശ്രയബോധം ആ യുവ മനസ്സിൽ പ്രകടമായി കാണപ്പെട്ടു. 3 കാര്യങ്ങൾ കൊണ്ട് അസാധാരണമായ തീക്ഷ്ണത പ്രാർത്ഥനയിൽ പുലർത്തിയത് കാണാം. അന്യവിചാരം കൂടാതെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. ഒരു ദിവസം സഹപാഠികളിൽ ഒരാളായ സ്റ്റീഫൻ അഗസ്തി സങ്കടഭാവത്തിൽ കഴിയുന്നത് കണ്ട് കാര്യം തിരക്കി. പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന അന്യവിചാരം കൊണ്ടാണെന്ന് സങ്കടപ്പെട്ടു പറഞ്ഞു. എന്നാൽ വിശുദ്ധൻ ചോദിച്ചു, അന്യവിചാരം എന്നാൽ എന്താണ്? താങ്കൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എനിക്കറിഞ്ഞുകൂടാ. ബാഹ്യ വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും വിശുദ്ധന്റെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയിരിക്കുമായിരുന്നു. ഉറങ്ങാത്തപ്പോഴൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള വിചാരവും സ്നേഹവും അദ്ദേഹം പുലർത്തി. പരിശുദ്ധ കുർബാന സ്വാഭാവികമായി വിശുദ്ധന്റെ കേന്ദ്രഭക്തിയായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ആ നയനങ്ങൾ ഈറനണിയും, മുഖം തേജസ്സുള്ളതാകും. ഒരു ദിവസം നോവിസുമാരെല്ലാം പള്ളിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. വിശുദ്ധന്റെ മുഖത്തു നിന്ന് ദിവ്യമായൊരു പ്രകാശം പുറപ്പെട്ടു. സ്നേഹത്തിന്റെ ആക്രമണം നിയന്ത്രിക്കുന്നതിന് തുണി നനച്ച് മാറിൽ വെക്കുമായിരുന്നു. പുണ്യവാൻ പരിശുദ്ധാത്മാവിനോട് മൃദുലമായ ഭക്തി ആർജിച്ചു. ബാലപ്രായത്തിൽ തന്നെ സ്വയം ദൈവമാതാവിന്റെ സ്നേഹത്തിന് സമർപ്പിച്ചു. സെമിനാരിയിലെ പഠനകാലത്ത് ആ സ്നേഹം വർദ്ധിച്ചു. ആ അമ്മയെ സംബന്ധിച്ച കഥകൾ ശേഖരിക്കുമായിരുന്നു. അവിടുത്തെ പ്രത്യക്ഷങ്ങൾ, അത്ഭുതങ്ങൾ, അവിടെ നിന്നുണ്ടാകുന്ന ഉപകാരങ്ങൾ എന്നിവയൊക്കെ നഗരവീതിയിലൂടെ നടക്കുമ്പോൾ സഹപാഠികളെ വിവരിച്ചു കേൾപ്പിക്കുമായിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചെല്ലുമ്പോഴൊക്കെ ഓരോ വാക്കും ഓരോ ചിന്തയും ആസ്വദിച്ചു. ഫ്രാൻസിസ് ബോർജിയ പുണ്യവാൻ ഈശോ സഭയുടെ ജനറൽ ആയിരിക്കുമ്പോൾ ഇങ്ങനെയൊരു ഭക്തകൃത്യം നടപ്പിലാക്കി. ഓരോ മാസവും ഒരു പുണ്യവാന്റെ പേര് നറുക്കെടുത്ത് അദ്ദേഹത്തെ അനുകരിക്കുക എന്നതായിരുന്നു അത്. ഓഗസ്റ്റ് മാസത്തിൽ ലാറൻസ് പുണ്യവാളിനെ നമ്മുടെ കഥാനായകന് നറുക്കിട്ട് കിട്ടി. അതനുസരിച്ച് ആ വിശുദ്ധന്റെ സ്തുതിക്ക് ചില പ്രാശ്ചിത്തങ്ങൾ അനുഷ്ഠിച്ചു. തിരുനാളിന്റെ തലേ ദിവസം വൈകുന്നേരം പരിഹാര ദണ്ഡനം നടത്തി. അടുത്ത ദിവസം പ്രഭാതത്തിൽ പരിശുദ്ധ മാതാവിന് എഴുതിയ ഒരു കത്ത് തന്റെ മാറിൽ തിരുകിക്കൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. അതിൽ ആവശ്യപ്പെട്ടിരുന്നു, അടുത്തു വരുന്ന സ്വർഗാരോപണ തിരുനാളിൽ സ്വർഗത്തിൽ താൻ ഉണ്ടായിരിക്കുവാനുള്ള ആനുകൂല്യം വാങ്ങിക്കൊടുക്കണമെന്ന്. ലോറൻസ് പുണ്യവാളനോട് തനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണമെന്നും അപേക്ഷിച്ചു. അതിശയമെന്ന് പറയട്ടെ, ഈ ആഗ്രഹവും അപേക്ഷയും പ്രവചനമായി ഭവിച്ചു. മരണത്തിലേക്കുള്ള നീക്കത്തിനാണ് അവ തുടക്കം കുറിച്ചത് എന്ന് പറയാം. അപ്പോൾ സ്വർഗത്തിലെത്താനുള്ള അനുഗ്രഹത്തിന് മരണം വഴിമാറിക്കൊടുത്തു. അന്ന് സായാഹ്നമായപ്പോൾ സ്റ്റാൻസ്ലാവോസിന് അസുഖം തോന്നി. കൂട്ടുകാരനായ നോവിസിനെ അറിയിച്ചു താൻ ഏതാനും ദിവസങ്ങൾക്കകം മരിക്കുമെന്ന്. വിശുദ്ധ ലോറൻസിന്റെ മാധ്യസ്ഥത കൊണ്ട് തന്റെ അപേക്ഷ കേട്ടെന്നും സ്വർഗാരോപണ ദിവസം താൻ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുമെന്നും അദ്ദേഹം തന്നെ സന്ദർശിച്ച അധികാരികളോട് വെളിപ്പെടുത്തി. മരണം വിശുദ്ധൻ എപ്രകാരം സ്വാഗതം ചെയ്തെന്നും അഭിവീക്ഷിച്ചെന്നും ജീവിതയാത്രയിലെ ആ തിരിവ് അദ്ദേഹം എങ്ങനെ അനുഭവവേദ്യമാക്കിയെന്നും അറിയുക നമുക്ക് അത്യന്തം ഉപകാരപ്രദമായിരിക്കുമെന്നതിൽ സംശയമില്ല. പനിയുണ്ടായിരുന്നതുകൊണ്ട് രോഗിയെ വെള്ളിയാഴ്ച ആശ്രമത്തിന്റെ മുകൾ തട്ടിലേക്ക് മാറ്റി. അദ്ദേഹം കിടക്കയിൽ കുരിശു വരച്ചുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ അവസാനത്തെ രോഗമാണ്. ഞാൻ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല. ഓഗസ്റ്റ് 14 ഞായറാഴ്ച കാലത്ത് വരെ രോഗത്തിന് മാറ്റമില്ലാതെ അദ്ദേഹം കിടന്നു. ആ രാത്രി മരിക്കുമെന്ന് തന്നെ പരിചരിക്കുന്ന സഹോദരനോട് പറഞ്ഞു. അദ്ദേഹം അത് ഗൗനിച്ചില്ല. രോഗം നിസ്സാരമാണല്ലോ എന്ന് വിചാരിച്ചു. മധ്യാഹ്നത്തിൽ മരണകരമായൊരു ബോധക്ഷയമുണ്ടായി. എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടെന്ന് കാണപ്പെട്ടു. അപകടമേറിയ ഒരു ലക്ഷണവും കണ്ടു തുടങ്ങി. രാത്രി ആയതോടെ കുമ്പസാരിച്ചു. തിരുപാതയം സ്വീകരിച്ചു. ബലഹീനനായിരുന്നെങ്കിലും കണ്ണുകൾ തെളിഞ്ഞു. ശരീരം സന്തോഷത്താലും വികാരത്താലും വിറപൂണ്ടു. വ്യക്തമായ ശബ്ദത്തിൽ താൻ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾക്ക് മാപ്പു ചോദിച്ചു. മേലധികാരികളോട് അവർ കാണിച്ച അനുകമ്പയ്ക്ക് നന്ദി പറഞ്ഞു. ഈശോ സഭയിൽ പ്രവേശനം നൽകിയതിന് ഫാദർ ഫ്രാൻസിസ് ബോർജിയോട് തനിക്കുള്ള നന്ദിയും ആദരവും അറിയിക്കുവാൻ അവിടെ നിന്നിരുന്നവരോട് അഭ്യർത്ഥിച്ചു.
പുണ്യവാൻ സ്നേഹത്തോടും തീക്ഷ്ണതയോടും കൂടി പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. രോഗിലേപനവും അടുത്ത് നിന്നിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം അഗാധമായ ഭക്തി ആദരങ്ങളോടെയാണ് പ്രാർത്ഥനകൾ ഉരുവിട്ടിരുന്നത്. മരണനേരത്തേക്കുള്ള ദോഷപൂർതി പ്രാപിക്കുന്നതിന് ഒരിക്കൽ കൂടി കുമ്പസാരിച്ചു. അതിനുശേഷം ചുറ്റും നിന്നവരോട് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി സംസാരിച്ചു. അവരുടെ ചോദ്യങ്ങൾക്ക് വാത്സല്യത്തോടെ ശാന്തമായി മറുപടി പറഞ്ഞു. അവർ കരങ്ങളിൽ ഏൽപ്പിച്ച കൊന്ത ഉരുട്ടിക്കൊണ്ടിരുന്നു. പല പ്രാവശ്യം ഈശോ, മറിയം എന്നീ നാമങ്ങൾ ഉച്ചരിച്ചു. വിശുദ്ധന്റെ അവസാന നിമിഷങ്ങൾ ഇപ്രകാരമായിരുന്നു. അദ്ദേഹം അപേക്ഷിച്ചതനുസരിച്ച് ചുറ്റുമുണ്ടായിരുന്നവർ അദ്ദേഹത്തെ തറയിൽ ഒരു തുണി വിരിച്ച് അതിന്മേൽ കിടത്തി. പാതിരാവ് കഴിഞ്ഞും അങ്ങനെ കിടന്നു. പ്രഭാതമായപ്പോൾ വിശുദ്ധൻ പ്രാർത്ഥന നിർത്തി. മുഖത്ത് സ്വർഗീയമായൊരു പ്രകാശം പരന്നു. വിശുദ്ധൻ അവിടെയും ഇവിടെയും നോക്കി വലിയൊരാളെ ബഹുമാനിക്കുന്നതിന് ക്ഷണിക്കുന്നത് പോലെ കാണപ്പെട്ടു. ഫാദർ റൂയിസ് എഴുന്നേറ്റ് അടുത്തു വന്നു. പരിശുദ്ധ മാതാവിനെ ഒരു ഗണം കന്യകമാരായ വിശുദ്ധാത്മാക്കളോടുകൂടി കാണുകയാണെന്ന് വിശുദ്ധൻ അറിയിച്ചു. ഈ ദർശനം അപ്പോൾ അദ്ദേഹം ആരോടും പറയുകയുണ്ടായില്ല. മരണശേഷമാണ് വെളിപ്പെടുത്തിയത്. വിശുദ്ധൻ മരിക്കുന്നത് വരെ ആ ദർശനം തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം മരിച്ചോ എന്ന് നിർണയിക്കാൻ ഒരു പരീക്ഷണം നടത്തേണ്ടി വന്നു. അവർ എന്തു ചെയ്തുവെന്നോ? രോഗി കാണുകെ ആ കണ്ണുകളുടെ മുമ്പാകെ ദൈവമാതാവിന്റെ ഒരു ചിത്രം പിടിച്ചു. നമ്മുടെ നാഥയുടെ പടം കാണുമ്പോഴൊക്കെ വിശുദ്ധൻ പുഞ്ചിരിക്കുമായിരുന്നു. ഇത്തവണ മുഖത്തൊരു മാറ്റവും പ്രത്യക്ഷപ്പെട്ടില്ല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. സമയം സ്വർഗാരോപണ തിരുനാൾ പ്രഭാതത്തിൽ 3:15 മണി. മരിക്കുമ്പോൾ വിശുദ്ധ സ്റ്റാനിസ്ലാവോസിന് 18 വയസ്സ് പൂർത്തിയായിരുന്നില്ല. ജ്യേഷ്ഠനായ പോൾ അനുജനെ തേടി റോമിലെത്തിയപ്പോൾ പുണ്യവാളനായ ആ സഹോദരൻ സ്വർഗം പ്രാപിച്ചിട്ട് 1 മാസം കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് റോമ നഗരത്തിലെ ജനങ്ങൾ സംസാരിക്കുന്നത് കേട്ടു. എല്ലാവരും ആ പുണ്യ ശ്ലോകന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ധൈര്യപൂർണമായ ഒളിച്ചോട്ടം, മരണത്തിനു മുൻപുണ്ടായ അതിശയങ്ങൾ തുടങ്ങി എല്ലാം പട്ടണത്തിൽ സംസാര വിഷയമായിരുന്നു. ഭീഷണി മുഴക്കിയെത്തിയപ്പോൾ മാനസാന്തരമുള്ളവനായി. അവന്റെ വീക്ഷണത്തിലും മനോഭാവത്തിലും പൂർണ്ണ മാറ്റം സംഭവിച്ചു. അനുജന്റെ കുഴിമാടം സന്ദർശിച്ചപ്പോൾ ഒരു കുട്ടിയെപ്പോലെ അയാൾ പൊട്ടിക്കരഞ്ഞു. ഉടനെ വീട്ടിലേക്ക് മടങ്ങി. സംഭവിച്ചതെല്ലാം കേട്ടതെല്ലാം അച്ഛനമ്മമാരെ വിവരിച്ചു കേൾപ്പിച്ചു. അച്ഛനിൽ നിന്ന് എതിർപ്പുകളെല്ലാം വിട്ടകന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം മാർദ്ദവപ്പെട്ടു. അഗാധമായ സന്തോഷവും കൃതജ്ഞതയും കോസ്ക കുടുംബക്കാർ പ്രകടിപ്പിച്ചു. ഭൂമിയിൽ ഒരു ബന്ധു നഷ്ടപ്പെട്ടെങ്കിലും പകരം ഒരു വിശുദ്ധനെ കിട്ടിയതുകൊണ്ട് അവർ ചാരിതാർത്ഥ്യമടഞ്ഞു. സെയിന്റ് സ്റ്റാനിസ്ലാവോസ്, പ്രേ ഫോർ us. ഈ ഒരു വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരും ഈ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി സെയിന്റ് സ്റ്റാനിസ്ലാവോസ് അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ. അതോടൊപ്പം തന്നെ 19 വയസ്സിൽ മരിച്ച അങ്ങ് ഈ ലോകത്തിലുള്ള എല്ലാ യൂത്ത് ടീൻസ് മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ.